നവംബർ 28 വിശുദ്ധ കാതറിൻ, പ്രായമായവരുടെയും രോഗബാധിതരുടെയും രക്ഷാധികാരി. മെയ് 28 1933 പിയൂസ് 11 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ജൂലൈ 27 1947 പിയൂസ് 11 മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. 1806 മെയ് 2 ഫ്രാൻസിൽ പിയറിയുടെയും മഡലിൻ ലേബറിൻ്റെയും 11 മക്കളിൽ 9ാമതായി വിശുദ്ധ കാതറിൻ ലേബർ ജനിച്ചു. 1815 കാതറിൻ്റെ അമ്മ മരിച്ചു. അവളുടെ 9 വയസ്സുള്ള മകളെ വീട്ടുജോലിയുടെ ചുമതല ഏൽപ്പിച്ചു. അമ്മയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കാതറിൻ വീട്ടിലേക്ക് മടങ്ങി. പരിശുദ്ധ കന്യകയുടെ ഒരു പ്രതിമയെടുത്തു. അത് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, "ഇനി നീ എൻ്റെ അമ്മയാകും." വളർന്നു വരുമ്പോൾ കാതറിൻ ശാന്തവും പ്രായോഗികവുമായ കുട്ടിയായി അറിയപ്പെട്ടു. അവൾ വളരെ ഭക്തയായിരുന്നു. അമ്മയുടെ മരണത്തിന് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കാതറിൻ ഒരു പഴയ പുരോഹിതൻ തന്നെ രോഗികളുടെ മുറിയിലേക്ക് ചലിപ്പിക്കുന്നത് സ്വപ്നം കണ്ടു. രോഗികളെ നോക്കുന്നത് ഒരു നല്ല പ്രവൃത്തിയാണ്. ദൈവം നിങ്ങളെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്, അത് മറക്കരുത്. വർഷങ്ങൾക്ക് ശേഷം ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഹോസ്പിറ്റൽ സന്ദർശിച്ചപ്പോൾ കാതറിൻ ചുമരിൽ വൃദ്ധനായ പുരോഹിതൻ്റെ ചിത്രം കണ്ടു. അത് അവരുടെ സ്ഥാപകനായ വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റേതാണെന്ന് അവൾ കണ്ടെത്തി. താൻ വിൻസെൻ്റ് പോൾ ഓർഡറിൽ അംഗമാകുമെന്ന് കാതറിൻ ഉടൻ അറിഞ്ഞു. 1830 ജനുവരിയിൽ കാതറിൻ ലേബർ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയുടെ നോവിഷ്യേറ്റിൽ പ്രവേശിച്ചു. മാസങ്ങൾക്ക് ശേഷം 1830 ജൂലൈ 19 പരിശുദ്ധ കന്യാമറിയം അവളെ കാത്തു നിൽക്കുമ്പോൾ ചാപ്പലിലേക്ക് വിളിക്കുന്ന ഒരു കുട്ടിയുടെ ശബ്ദം കേട്ടാണ് കാതറിൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. കാതറിൻ ചാപ്പലിനടുത്തെത്തിയപ്പോൾ വാതിൽ തുറന്ന് തിളങ്ങുന്ന വെളിച്ചം കാണിച്ചു. പരിശുദ്ധ കന്യക കാതറിനോട് പറഞ്ഞു, അത് പൂർത്തിയാക്കാൻ ആവശ്യമായ എല്ലാ കൃപകളോടും കൂടി അവൾക്കൊരു ദൗത്യം നൽകുമെന്ന്. അവർ ലേഡി പറഞ്ഞു, "ദൈവം നിങ്ങളോട് ഒരു ദൗത്യം ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വൈരുദ്ധ്യത്തിലാകും, പക്ഷേ ഭയപ്പെടരുത്. ആവശ്യമുള്ളത് ചെയ്യാനുള്ള കൃപ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ഉള്ളിൽ കടന്നു പോകുന്നതെല്ലാം നിങ്ങളുടെ ആത്മീയ ഡയറക്ടറോട് പറയുക. ഫ്രാൻസിൽ കാലം മോശമാണ്, ലോകത്തിലും." 1830 നവംബറിൽ സായാഹ്ന ധ്യാനത്തിനിടെ പരിശുദ്ധ അമ്മ 2ാം തവണ കാതറിനെ സന്ദർശിച്ചു. ഒരു ഓവൽ ഫ്രെയിമിനുള്ളിൽ അവൾ സ്വയം കാണിച്ചു. ഒരു ഭൂഗോളത്തിൽ നിൽക്കുന്നു. അവളുടെ കൈകളിൽ നിന്ന് ഭൂഗോളത്തിലേക്ക് പ്രകാശകിരണങ്ങൾ വരുന്നു. "പാപം കൂടാതെ ഗർഭം ധരിച്ച മറിയമേ, നിന്നെ ശരണം പ്രാപിച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ" എന്ന വാക്കുകൾ ഫ്രെയിമിന് ചുറ്റുമുണ്ടായിരുന്നു. ഈ ചിത്രങ്ങൾ തൻ്റെ പിതാവ് കുമ്പസാരക്കാരനായ ഫാദർ ജീൻ മേരി അലാൻഡലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കാതറിനോട് മേരി ആവശ്യപ്പെട്ടു. അവ മെഡലുകളിൽ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. അവ ധരിക്കുന്ന എല്ലാവർക്കും വലിയ കൃപകൾ ലഭിക്കും. ആദ്യം പുരോഹിതൻ കാതറിനെ വിശ്വസിച്ചില്ല. എന്നാൽ 2 വർഷത്തിന് ശേഷം അദ്ദേഹം അവളുടെ കഥ ആർച്ച് ബിഷപ്പിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആർച്ച് ബിഷപ്പ് 2000 മെഡലുകൾ അടിച്ചു. മെഡലുകൾ വളരെ വേഗത്തിൽ ഫലപ്രദമായി എല്ലാവരുടെ കയ്യിലേക്കും ചെന്നു. അത് അത്ഭുതകരമാണെന്ന് പറഞ്ഞു. കാതറിൻ ലേബർ തൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത 40 വർഷം പ്രായമായവർക്കും രോഗികൾക്കും വികലാംഗർക്കും വേണ്ടി ചെലവഴിച്ചു. 1876 ഡിസംബർ 31 70ാം വയസ്സിൽ കാതറിൻ അന്തരിച്ചു.